ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. മാമ്പഴത്തിൻ്റെ സീസണൊക്കെ ആയി. അത്യാവശ്യം കുറച്ച് മാങ്ങയൊക്കെ പഴുത്ത് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മാമ്പഴക്കൂട്ടാൻ തയ്യാറാക്കാം. മാങ്ങ നല്ല പോലെ ഒന്ന് കഴുകി അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ കയ്യിൽ കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് വേവുന്നതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിലേക്ക് മധുരത്തിനായിട്ട് ഒരല്പം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ തന്നെ അധികമാണ് കേട്ടോ മാമ്പഴം പാകത്തിന് വെന്ത് കിട്ടാൻ വേണ്ടി. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 മുറി തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരല്പം ജീരകവും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു പകുതി കഷ്ണം പച്ചമുളകും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് മാങ്ങയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഒരരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. ഇതിനി ഒത്തിരി അങ്ങോട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല കട്ട തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഒന്ന് ഉടച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. മാമ്പഴ കൂട്ടാനൊക്കെ പുളി അധികം മുന്നിൽ നിന്നാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചട്ടിയുടെ ചൂടിലിരുന്നുകൊണ്ട് തന്നെ അത് പാകമായി വന്നോളും. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. മാമ്പഴ കൂട്ടാനൊക്കെ നമ്മൾ താളിപ്പ് ചേർക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് ആ ഒരു മാമ്പഴ കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റായിട്ട് വരാം. ഇനി ഇതിലേക്ക് കടുകും അതുപോലെ തന്നെ 2-3 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തതും അല്പം ഉലുവ പൊടിച്ചതും വേപ്പിലയും പിന്നെ ഒരല്പം കായവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും മാമ്പഴ കൂട്ടാൻ തയ്യാറാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.